രാജേന്ദ്രൻ, ഒരുപക്ഷെ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറഞ്ഞാൽ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആ കേസിന്റെ ഗ്രാവിറ്റി പരിഗണിക്കുമ്പോൾ തന്നെ കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. ഒരു സാധാരണ രീതിയിൽ തന്നെ പരിശോധിക്കുമ്പോൾ ഏറ്റവും ഗുരുതരമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ കൃത്യമായ പരാതികൾ 2 വന്നത്. അതിൽ ആദ്യത്തെ കേസിലാണ് ഇപ്പോൾ ഇന്ന് താൽക്കാലികമായെങ്കിലും അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു നിലപാട് വരികയും ചെയ്തത്. പക്ഷേ ഈ കേസിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഏഴാം അഡീഷണൽ സെഷൻസ് കോടതി ഈ കേസ് പരിഗണിക്കുന്ന 8-ാം തീയതിയിലേക്ക് മാറ്റിയെങ്കിലും വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അറസ്റ്റ് വിലക്കിയിട്ടില്ല. ആ കേസിന്റെ ഗൗരവം അത്രയ്ക്കുണ്ട്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിനും എല്ലാ സംരക്ഷണം ഒരുക്കുന്നവർക്കും കനത്ത തിരിച്ചടിയാണ് എന്ന് തന്നെ പറയാം. കാരണം അവരുടെ ഒരു കണക്കുകൂട്ടൽ ഇപ്പോൾ ഇന്ന് ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. അതിന് പിന്നാലെ അതിൻ്റെ ചൂട് പിടിച്ച് ഈ തിരുവനന്തപുരത്തെ സെഷൻസ് കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായ ഉത്തരവ് വാങ്ങിക്കുക, അതായത് ഒന്നുകിൽ മുൻകൂർ ജാമ്യം വാങ്ങിക്കുക, അതുമല്ലെങ്കിൽ ഈ അറസ്റ്റ് തടയുന്ന ഹൈക്കോടതി ഉണ്ടായതുപോലെ സമാനമായ ഒരു ഉത്തരവ് വാങ്ങിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയശ്രീലാളിതനാണ് എന്നൊരു പ്രതിച്ഛായയോടുകൂടി ഇന്ന് ഒളിവിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. അത് വലിയൊരു ആഘോഷമാക്കി മാറ്റുക. ഇത്തരമൊരു തന്ത്രങ്ങളാണ് ഈ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കോൺഗ്രസിലെ വൃത്തങ്ങളെല്ലാം തന്നെ ആസൂത്രണം ചെയ്തിരുന്നത്. എന്നാൽ അത് പൂർണ്ണമായും പൊളിഞ്ഞു പോയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒളിവിൽ തന്നെ തുടരേണ്ടി വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിങ്കളാഴ്ച വരെയെങ്കിലും ഒളിവിൽ തന്നെ തുടരേണ്ടി വരും. ഇന്ന് മുഖ്യമന്ത്രി അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിലിന് കൃത്യമായ സംരക്ഷണം ലഭിക്കുന്നുണ്ട്. കർണാടകത്തിലാണ് അദ്ദേഹം എന്നാണ് പൊതുവെ എല്ലാവരും തന്നെ കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒളിവിൽ ആരാണോ പാർപ്പിച്ചതെങ്കിൽ അവർ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് എവിടെയാണ് ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്ന വിവരം അന്വേഷണ സംഘത്തിൽ കൈമാറണം. ഇതാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിന് കർണാടകത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ എല്ലാം തന്നെ ഒത്താശയോടുകൂടി തിങ്കളാഴ്ച വരെയെങ്കിലും ഒളിവിൽ തുടരേണ്ടി വരും. സുരക്ഷിതമായി രാഹുൽ മാങ്കൂട്ടത്തിലിന് പുറത്തിറങ്ങാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു കുരുക്ക്, നിലവിലുള്ള ആ കുരുക്ക് അതുപോലെ തന്നെ തുടരുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആദ്യത്തെ കേസ്, അതിജീവിതയുടെ ആദ്യത്തെ കേസിനെ പോലെ തന്നെ വളരെ ഗുരുതരമാണ്, ഏറെ പ്രാധാന്യമുള്ളതാണ് ഈ കേസും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ, ഇതിനകത്ത് ആ പെൺകുട്ടിയെ ഒരു കാറിൽ കൊണ്ടുപോയി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു പീഡന കേന്ദ്രത്തിലേക്ക് എത്തിച്ചത് ഫെനി നൈനാർ എന്ന ഒരു അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരനാണ്. യു.ഡി.എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ്. യു.ഡി.എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വോട്ട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ്സുകാരൻ, ഇവരുടെ എല്ലാം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, ഈ ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും എല്ലാം തന്നെ സന്തത സഹചാരിയായിട്ടുള്ള ഫെനി നൈനാരാണ് ആ പെൺകുട്ടിയെ രാഹുൽ വാഹനത്തിൽ കൊണ്ടുപോയി ഇങ്ങോട്ട് എത്തിച്ചത്. അതാണ് അതിനകത്തൊരു എന്ന് പറഞ്ഞാൽ, ഇതൊരു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു വ്യക്തിയുടെ മാത്രം ഒരു വിഷയമല്ല. അതിന് പിറകിൽ പല കോൺഗ്രസ് നേതാക്കൾക്കും യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കും എല്ലാം പങ്കുള്ള വളരെ വലിയ ഒരു സംഘമാണെന്നുള്ള കാര്യം രാജേന്ദ്ര, അത് തന്നെയാണ്, ഈ സംഘം തന്നെയാണ് കോൺഗ്രസ് എന്ന് പറയുന്നതിൽ. ഇന്ന് ഒരുപക്ഷെ നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു ക്രിമിനൽ സംഘമായി മാറിയിരിക്കുന്നു. ഇവിടെ നമുക്കറിയാം, നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി മാധ്യമങ്ങളിലൂടെ പരാതി ഉന്നയിച്ച റിനി ആൻ ജോർജ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തക, അവരാദ്യം തന്നെ VD സതീശനെ അടക്കം ഈ പരാതി ഇക്കാര്യം ബോധിപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് നിരന്തരം ഈ തുടരെ ഈ പരാതികൾ വരുന്നു. ഈ പരാതികൾക്കെല്ലാം ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കാൻ കോൺഗ്രസ്സുകാരായ സഹപ്രവർത്തകരുണ്ടായിരുന്നു. അതായത് ഒരു ക്രിമിനൽ ഗ്യാങ് ആണ്. സ്ത്രീകളെ വരുതിയിലാക്കുക, അവരെ പീഡിപ്പിക്കുക, അതിനുശേഷം അവർ ഗർഭിണിയായാൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുക, അങ്ങനെ നിർബന്ധിച്ചിട്ട് തയ്യാറാകാത്തവരെ ഭീഷണിപ്പെടുത്തുക, ഇതിനെല്ലാം ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ഒരാൾ മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നൽകുന്നത് നേരത്തെ പറഞ്ഞ പോലെ ക്രിമിനൽ ഗ്യാങ് ആണ്. കോൺഗ്രസിന്റെ ക്രിമിനൽ ഗ്യാങ്, സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ഒരു ക്രിമിനൽ ഗ്യാങ്. തീർച്ചയായിട്ടും ഇതാണ് ആദ്യത്തെ കേസിൽ നിന്ന് ഈ കേസിനെ വ്യത്യസ്തമാക്കുന്ന ഘടകം. ഇതാണ് ഈ കേസിൽ വ്യക്തമാകുന്നത്, രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പങ്കാളിത്തമുള്ള നേതൃത്വമുള്ള ഒരു കോൺഗ്രസ്സുകാരെല്ലാം അടങ്ങിയ ഒരു ക്രിമിനൽ ഗാങ്ങിൻ്റെ ഒത്താശയോടുകൂടിയാണ് ഈ ഒരു ലൈംഗിക പീഡന ബലാത്സംഗ പരമ്പരകൾ നടക്കുന്നതെന്നതാണ്. അതാണ് ഇതിലൂടെ, ഈ ഒരു കേസിലൂടെ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയിലുപരിയായി ഇത് വളരെ സംഘടിതമായി ഒരുപാട് പേർക്ക് പങ്കുള്ള ഒന്നാണെന്നാണ് വെളിപ്പെട്ടിരിക്കുന്നത്.